Hi friends, welcome to another video. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത എക്സാമിന്റെ ആൻസർ കീ ആണ്. ഓക്കേ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഹീലിയത്തിൻ്റെ നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഹീലിയം, അതുപോലെ തന്നെ ഓക്സിജൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം. പിന്നെ എപ്പോഴും ഇത് ക്യാപിറ്റൽ എഴുതാനുണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത്, സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ, ദെൻ കോപ്പർ CU, പിന്നെ പറഞ്ഞ സിങ്ക് ZN. ഓക്കെ, ഇതിൻ്റെയൊക്കെ നമ്മുടെ എന്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ഓക്കെ, സബ് അല്ല, ഷെല്ലാണ് കേട്ടോ. ഓക്കെ, ഷെൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? KLMN ഷെല്ലുകളിലുള്ള അതാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്സിജൻ്റെതാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ വരുന്നത് 8 ആണ്. അതുപോലെ തന്നെ Mg മഗ്നീഷ്യത്തിൻ്റെ വരുന്നത് 12 ആണ്. അതുപോലെ തന്നെ അടുത്തത് കോപ്പറിൻ്റെത് വരുന്നത് 29 ആണ്. നമ്മുടെ കോപ്പറിൻ്റെ വരുന്നത് 29. അതുപോലെ തന്നെ സിങ്കിൻ്റെ വരുന്നത് 30 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതാം. 2K എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, Kയിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, നമുക്ക് 2 എന്ന് മാത്രം എഴുതിയാലും മതി. ഇവിടെയാണെങ്കിലോ 2 6, അതായത് K ഷെല്ലിൽ 2, L ഷെല്ലിൽ 6. അടുത്ത മഗ്നീഷ്യമാണ് 2 8, എത്രയായി? 10. ഓക്കെ, 2 കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, 2 8 2. ഓക്കെ, അടുത്തത് കോപ്പർ. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഹീലിയം, ഓക്സിജൻ, മഗ്നീഷ്യം, കോപ്പർ ആൻഡ് സിങ്ക്, ഇതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറാണ്, CU. നെക്സ്റ്റ് വൺ കാർബൺ, അടുത്തത് സോഡിയം Na, ദെൻ ക്രോമിയം CR. ഓക്കെ, ഇതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ള ചോദ്യമായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം. ഓരോന്നിൻ്റെ അറ്റോമിക് നമ്പർ ആദ്യം ഒന്ന് എഴുതി വയ്ക്കുകയാണ്. ലിഥിയത്തിൻ്റെത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം 3 ആണ്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ വരുന്നത് 29 ആണ്, നമുക്കറിയാവുന്നതാണ് അറ്റോമിക് നമ്പർ. അടുത്ത കാർബണിൻ്റെ വരുന്നത് 6 ആണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ 6 ആണ്. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ വരുന്നത് 11 ആണ്. പിന്നെ വരുന്നത് ക്രോമിയമാണ്. ക്രോമിയത്തിൻ്റെ വരുന്നത് 24 ആണ്. നമുക്കറിയാം എക്സെപ്ഷണൽ കേസുകളിലൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, സോ നമുക്കൊന്ന് എഴുതാം. ലിഥിയത്തിൻ്റെത് 1s2 2s1. ഓക്കെ, 3 ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഥിയത്തിൻ്റെത് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് വൺ കോപ്പറിൻ്റെതാണ്. കോപ്പറിൻ്റെത് 29 ആണ് വരുന്നത്. സോ നമുക്കൊന്ന് എഴുതി പോകാം. 1s2 2s2 2p6 3s2 3p6 3d 4s ഇത് വരും. ഓക്കെ, നമുക്ക് പറയാം 4s2 3d എത്ര വരും നോക്കിയേ? 2 4 10 12 18 19 20. ഇനി എത്ര വേണം? ഇവിടെ 9 കൂടി വേണം. നമ്മൾ അറിയാം D എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 10 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 10 ആക്കും. ഇവിടെ നിന്ന് പറഞ്ഞ് കടം മേടിച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ 1 ആവും. ഓക്കെ, സോ നോക്കാം. 2 4 10 12 18 28 29. അപ്പോൾ കറക്റ്റായി നമ്മുടെ കോപ്പറിൻ്റെത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു. അടുത്ത് നമ്മുടെ കാർബൺ ആണ്. കാർബണിൻ്റെ നമുക്കറിയാം 6 ആണ് വരുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം 1s2 2s2 2p2 2 4 6. ഓക്കെ, ഇനി അടുത്ത സോഡിയമാണ്. Na എന്ന് പറഞ്ഞ സോഡിയമാണ്. സോഡിയത്തിൻ്റെ 11 ആണ് വരുന്നത്. സോ നമുക്ക് എഴുതാം 1s2 2s2 2p6 6 4 10. അടുത്തത് ഒരെണ്ണം കൂടിയല്ല ആവശ്യമുള്ളൂ. 1s2 2s2 2p6 3s1. ഓക്കെ, സോ നമുക്കത് എഴുതി. നെക്സ്റ്റ് വൺ ക്രോമിയമാണ്. ക്രോമിയത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു പാറ്റേൺ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കൊന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p6 3d 4s2 3d എത്ര വരും നോക്കാം? 24 അല്ലേ? 2 4 10 12 18 19 20. ബാക്കി 4 കൂടിയാണ് വേണ്ടത്. 4 ഇവിടെ ഇട്ടു. പക്ഷേ നമുക്കറിയാം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഒന്നുകിൽ 5 കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 10 വേണം. ഇവിടെ 5 ആയി. നമ്മൾ ഇവിടുന്ന് കടം മേടിച്ചു. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാനായിട്ട് നോക്കുക. ഓക്കെ, സോ ലിഥിയം നോക്കുക. 1s2 2s1. ഓക്കെ, 3 ആണ്.
ദെൻ 29 കോപ്പറിൻ്റെത് 2 4 10 12 18 20 എത്രയായിരുന്നു 2 4 10 12 18 28 29 ഓക്കെ. അടുത്ത 2 4 6 ഓക്കെ. 2 4 10 11 ഓക്കെ. അടുത്ത 2 4 10 12 18 19 20 21 22 23 24 ഓക്കെ ഫൈൻ. സോ അത് കഴിഞ്ഞു നമ്മുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് അടുത്തൊരു മാരകമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് എന്തൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ താഴെ പറയുന്ന മൂലകങ്ങളുടെ പേരെഴുതണം. ഓക്കെ, നമുക്ക് ആകെ തന്നിട്ടുള്ളത് അറ്റോമിക് നമ്പർ മാത്രമാണ് തന്നിട്ടുള്ളത്. അറ്റോമിക് നമ്പർ തന്നിട്ട് അതിൻ്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പീരീഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ്, ബ്ലോക്ക്, വാലൻസി, അതുപോലെ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യം ചോദ്യങ്ങളൊന്ന് എഴുതിയിടാം ഏതൊക്കെയാണെന്നുള്ളത്. 5 ഓക്കെ കാണുന്നുണ്ടല്ലോ, 5, അതുപോലെ തന്നെ 10, 5, 10, 15, 20, 25, പിന്നെ എത്രയായിരുന്നു 30, 8, 14, 24, പിന്നെ 29 ഓക്കെ. വിസിബിൾ ആണല്ലോ, കാണുന്നുണ്ടല്ലോ എല്ലാം. ഓക്കെ, സോ ഇത്രയും അറ്റോമിക് നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരെഴുതണം. ഓക്കെ, ആദ്യം പേര്, എല്ലാത്തിൻ്റെയും ഈ എലമെൻസിൻ്റെ ഒക്കെ പേര്. 5ാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ബോറോൺ അല്ലേ, അപ്പോൾ നമുക്ക് പേരെഴുതാം ബി, ബോറോൺ, ബി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്തത് നിയോൺ ആണ്. അടുത്ത 15 എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്, പി. 20 എന്ന് പറയുന്നത് കാൽഷ്യമാണ്. 25 എന്ന് പറയുന്നത് മാംഗനീസ് ആണ്, മാഗ്നീഷ്യം അല്ല മാംഗനീസ് ആണ് കേട്ടോ, Mn. അതുപോലെ തന്നെ 30 എന്ന് പറയുന്നത് സിങ്ക് ആണ്, സിങ്ക്, Zn. ഓക്സിജൻ ആണ് 8 എന്ന് പറയുന്നത്. 14 എന്ന് പറയുന്നത് സിലിക്കൺ ആണ്, സിലിക്കൺ. 24 എന്ന് പറയുന്നത് ക്രോമിയമാണ്, Cr. 29 എന്ന് പറയുന്നത് കോപ്പറാണ്, കുപ്പറം, Cu. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ മൂലകത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും പേര് എഴുതാനായിട്ടുള്ളത് അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പിരീഡ് എഴുതാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിരീഡ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമ്മളതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പം ഞാൻ പ്രത്യേകിച്ച് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സോ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയണോ, ടൈം കൂടുതൽ എടുക്കുമോ? ഓക്കെ ഫൈൻ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ആദ്യമായിട്ട് ബോറോണിൻ്റെ ചെയ്യാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ 5 ആണ് വരുന്നത്. അറ്റോമിക് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒന്ന് എഴുതാം. ഇതിൻ്റെ ഇതാണ് എഴുതുന്നത്, ബോറോണിൻ്റെതാണ്. ബോറോണിൻ്റെ ആദ്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം. ഇതിനെന്തൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പിരീഡ് കാണണം, ബ്ലോക്ക് കാണണം, കാണുന്നുണ്ടല്ലോ, പിരീഡ് കാണണം, ബ്ലോക്ക് ഒക്കെ കുറച്ചുകൂടി താഴെ എഴുതാം. പിരീഡ്, ബ്ലോക്ക്, വിസിബിൾ ആണല്ലോ, യെസ്, പിരീഡ് കാണണം, ബ്ലോക്ക് കാണണം. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാലൻസി, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യമായിട്ട് പിരീഡാണ് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p1 ഓക്കെ ആണല്ലോ, 5 ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയത് 1 2 2 2 ഇതാണല്ലോ വലുത്. നമുക്ക് പീരീഡ് കിട്ടി 2 എന്നുള്ളതാണ് അതിൻ്റെ പീരീഡ്. ഇനി ബ്ലോക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അവസാനത്തെ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്നത് പിയിലാണ്, പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. സോ പി ബ്ലോക്കാണ്. ഇനി ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് കാണാനായിട്ട് നമുക്കറിയാം പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ 12+ ലാസ്റ്റത്തെ ഇലക്ട്രോൺ വിച്ച് മീൻസ് 13. സോ 13 ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, പിന്നെ വാലൻസി ചോദിച്ചിട്ടുണ്ട്. വാലൻസി നമുക്ക് അവസാനം എഴുതാം കേട്ടോ. ഓക്കെ, വാലൻസിയും അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാസ്റ്റ് എഴുതാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ബോറോണിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് നിയോൺ ആണ് പറയുന്നത്. നിയോണിൻ്റെ 10 വരുന്നത്. നമുക്ക് ആദ്യം തന്നെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2, 2p6, then 3s. 3s വേണ്ടല്ലോ, 10 ആയില്ലേ. ഓക്കെ, 10. ഓക്കെ, 10 ആയി. ഇനി ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 ആണല്ലോ വലുത്, ഏറ്റവും വലുത് 2 ആണ്. സോ 2 is the period. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണല്ലോ, പി ആണ്, പി ബ്ലോക്കാണ്. ഓക്കെ, പി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ 12+ ലാസ്റ്റ്. ഓക്കെ, അതായത് 12+6 എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് കിട്ടി 18. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഫോസ്ഫറസ് ആണ്. 15 ഫോസ്ഫറസിൻ്റെ വരുന്നത് 15 ആണല്ലോ. സോ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2, 2s2, 2p6,
3s2 എത്രയായി 2 4 10 12 അടുത്ത ഒന്നും കൂടി 3p3 ഓക്കെ ആണല്ലോ 2 4 10 12 15 യെസ് ഓക്കെ 15ആയി യെസ് ഇനി എന്ത് ചെയ്യണം 15 ഏറ്റവും വലുത് ഏതാണ് 3 ആണ് സോ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ് ബ്ലോക്ക് ഏതാണ് പി ബ്ലോക്ക് തന്നെയാണ് എഗെയിൻ പി ബ്ലോക്ക് ആണ് അവസാനത്തെ ഇലക്ട്രോൺ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതിലാണ് സോ അതെഴുതി 12 + 3 = 15 ആണ് ഓക്കെ സോ അതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതെഴുതി നെക്സ്റ്റ് വൺ ഈസിയാണ് കേട്ടോ കാരണം നമ്മളിതൊക്കെ മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ആക്ച്വലി ഓക്കെ ഇനി അടുത്തത് കാൽഷ്യം 20 ആണ് 1s2 2s2 2p6 3s2 3p6 എത്രയായി 2 4 10 12 18 1s2 2s2 2p6 3s2 3p6 4s2 ഓക്കെ കറക്റ്റ് ആയല്ലോ 4s2 യെസ് നോക്കാം 2 4 10 12 18 20 ഓക്കെ കറക്റ്റാണ് ഇനി അവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 4 ആണ് സോ 4 ആണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ് എസ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ 2 ആണ് അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് എസ് ബ്ലോക്കിൻ്റെ മേലെയുള്ളത് 2 ആണ് സോ അതും കിട്ടി ഇനി അടുത്ത ചോദ്യം അടുത്ത മാംഗനീസ് ആണ് മാംഗനീസ് നമുക്കറിയാം 25 ആണ് മാംഗനീസ് വരുന്നത് 25 സോ നമുക്കൊന്ന് ചെയ്യാം 25 എന്ന് പറയുന്ന സമയത്ത് 1s2 2s2 2p6 3s2 എത്രയായി 2 4 10 12 3s2 3p6 4s 3d എത്രയാണെന്നുള്ളത് പറയാം 2 4 10 12 18 എത്രയാണ് ടോട്ടൽ 25 അല്ലേ 18ആയി ഇതിൽ 2 എണ്ണം കൊള്ളും 19 20ആയി ബാക്കി എത്രയുണ്ട് 5 എണ്ണം അത് അപ്പുറത്തേക്ക് ആഡ് ചെയ്യാം 3d 5 ഓക്കെ പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് തിരിച്ചെഴുതണം 3d 5 4s2 എന്ന് വേണം എഴുതാനായിട്ട് ഓക്കെ സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം നമുക്ക് എഴുതാം പിന്നീട് അപ്പോൾ ഇവിടെ ഏറ്റവും വരുന്നത് 4 ആണ് സോ 4 ഈസ് ദ പീരീഡ് ഇനി ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ് ഡിയും എസും വരുന്നുണ്ടെങ്കിൽ അത് ഡി ബ്ലോക്കാണ് തീർച്ചയായിട്ടും ഇനി ഡി ബ്ലോക്ക് ആയതുകൊണ്ട് ഗ്രൂപ്പ് കാണാനായിട്ട് 5 പ്ലസ് അതായത് അവസാനത്തത് പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് 7 ആണ് അപ്പോൾ 7 അത് കിട്ടി ഇനി അടുത്തത് ഞാൻ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞു പോകുന്നുണ്ട് ബിക്കോസ് ഞാനത് ഒരുപാട് എടുത്തിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ചെയ്തു പോകുന്നത് ഓക്കെ സോ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം സിങ്ക് 30 ഒന്ന് പറയാം 1s2 2s2 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു 1s2 2s2 2p6 3s2 3p6 4s 3d എത്രയാണെന്നുള്ള പറയാം 2 4 10 12 18 കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ആഡ് ചെയ്യാം 19 20 ഇവിടെ 10 ആഡ് ചെയ്യാം ഓക്കെ സോ അത് കിട്ടി ഇത് എഴുതുന്ന സമയത്ത് അറിയാം 1s2 2s2 2p6 3s2 3p6 3d 10 കഴിഞ്ഞിട്ടാണ് 4s2 എഴുതേണ്ടത് നോർമലി എഴുതേണ്ടത് നിങ്ങളുടെ സ്കൂളിലൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഒരു പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്തും ഈ ഒരു രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക ഓക്കെ മറിച്ചിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക സോ ആ ഒരു രീതി കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഇതിൽ ഏറ്റവും വലുത് 4 ആണ് സോ 4 ഈസ് എ പീരീഡ് ഇനി അടുത്ത ചോദ്യം ബ്ലോക്കാണ് ബ്ലോക്ക് ഡിയും എസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡി ബ്ലോക്കാണ് ഇനി ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കാണാനായിട്ട് ലാസ്റ്റ് പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് വിച്ച് ഈസ് 12 ആണേ അടുത്ത ചോദ്യം ഓക്സിജൻ വി നോ 1s2 2s2 2p4 2 4 8 ഓക്കെ സോ ഏറ്റവും വലുത് 2 ആണ് സോ 2 ഈസ് ദി പീരീഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്കാണ് പി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കാണാനായിട്ട് ഗ്രൂപ്പ് കാണാനായിട്ട് എന്ത് ചെയ്യണം 12 + 4 വിച്ച് ഈസ് 16 ഓക്കെ സോ അത് കിട്ടി അടുത്തത് സിലിക്കൺ ആണ് സിലിക്കൻ്റെത് 14 ആണ് വരുന്നത് നമുക്കറിയാം 1s2 2s2 2p6 3s2 3p എത്ര വേണ്ടി വരും നോക്കാം 2 4 10 12 3p2 ഓക്കെ സോ അത് എഴുതി നമ്മൾ 3p2 ആണ് വരുന്നത് സോ ഏറ്റവും വലുതെന്ന് പറയുന്നത് 3 ആണ് സോ 3 ഈസ് ദി പീരീഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്കാണ് ഓക്കെ ഇത് മയക്കുന്നുണ്ട് പി ബ്ലോക്കാണ് അതുപോലെ തന്നെ പി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കാണാനായിട്ട് 12 പ്ലസ് അവസാനത്തത് വിച്ച് ഈസ് 14 ഓക്കെ അടുത്തത് നമ്മുടെ ക്രോമിയമാണ് ക്രോമിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതാം ആദ്യം 1s2 2s2 2p6 3s2 3p6 4s2 3d എത്ര വേണം 2 4 10 12 18 19 20 ബാക്കി 4 എണ്ണം 24 പക്ഷെ നമുക്കറിയാം ഡിക്ക് നമ്മുടെ എന്താണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ കടം മേടിച്ചു അപ്പോൾ ഇവിടെ 1 ആയി ഇവിടെ 5 ആയി
ഓക്കെ. സോ ഇത് നമുക്ക് തിരിച്ചെഴുതാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എഴുതി പോകുന്നത്. സോ നമുക്കൊന്ന് എഴുതാം. ഇതിൻ്റെ 4 ആണ് ഇതിൻ്റെ പീരീഡ് വരുന്നത്. ക്രോമിയമാണ് 4 പീരീഡ് കിട്ടി. ഇനി അതിൻ്റെ ചോദ്യം എന്താണ്? ബ്ലോക്ക്. ഓക്കെ, തീർച്ചയായിട്ടും എസും ഡിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക് ആണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് പ്ലസ് ലാസ്റ്റ് വിച്ച് ഈസ് 6 ആണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത്. 6 ആണ് നമ്മുടെ ഗ്രൂപ്പ്. അടുത്ത ചോദ്യം കുപ്രം, കോപ്പറിൻ്റെതാണ്. കോപ്പറിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p6 4s2 3d. എത്ര വേണ്ടി വരും നോക്കാം. 2 4 10 12 18 19 20 ബാക്കി 9 കൂടി വേണം. പക്ഷേ നമുക്കറിയാം ഡി എന്ന് പറയുന്നതിൽ 10 എണ്ണമാക്കാനായിട്ട് ഇവിടുന്ന് ഒരെണ്ണത്തിന് കടം മേടിച്ചു. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയത് ഏതാണ്? 4 ആണ്. സോ 4th ആണ് അതിൻ്റെ പീരീഡ് വരുന്നത്. ഇനി അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിയും എസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഡി ബ്ലോക്ക് ആണ് നമുക്കറിയാം. ഇനി അതിൻ്റെ ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവസാനത്തത് പ്ലസ് ലാസ്റ്റത്തത് അവസാനത്തത് പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് വിച്ച് ഈസ് 11. ഓക്കെ, 11 ആണ് അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത്. സോ വി ഹാവ് ഫിനിഷ്.